CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നോടിയായിട്ടാണ് ജാഥ നടത്തുന്നത്. വൈകിട്ട് 4 പൂജപ്പുര മൈതാനിയിൽ CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചാണ് കേരള സംരക്ഷണ യാത്രയ്ക്ക് സമാരംഭം കുറിക്കപ്പെടുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നായകനായ തെക്കൻ മേഖലാ ജാഥയും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നായകനായ വടക്കൻ മേഖലാ ജാഥയുമാണ് കേരളത്തിലെമ്പാടുമായി പര്യടനം നടത്തുക. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ, വികസനം, സമാധാനം, സാമൂഹ്യ പുരോഗതി, ജനപക്ഷ ഇടതുപക്ഷം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മേഖലാ ജാഥകൾ പര്യടനം നടത്തുന്നത്. മാർച്ച് 2-ന് തൃശൂരിൽ നടക്കുന്ന മഹാറാലിയോടെ ജാഥകൾ സമാപിക്കും. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ വൈകിട്ട് 4-ന് പൂജപ്പുര മൈതാനിയിൽ CPI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 16-ന് വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം കാസർഗോഡ് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം നിർവഹിക്കും. പൂജപ്പുര മൈതാനിയിൽ നടക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ LDF കൺവീനർ A. വിജയരാഘവൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ജനതാദൾ നേതാവ് ഡോക്ടർ A. നീലലോഹിതദാസൻ നാടാർ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, രാമേന്ദ്രൻ കടന്നപ്പള്ളി, കേരള കോൺഗ്രസ് നേതാവ് സ്കറിയ തോമസ്, ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ചാരുവാർ രവി, INL നേതാവ് കാസിം ഇരിക്കൂർ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് B നേതാവ് R. ബാലകൃഷ്ണപിള്ള എന്നിവർ പ്രസംഗിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അധികാരത്തിൽ തിരികെ എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് രാജസ്ഥാനിൽ കോൺഗ്രസ്. 2014-ൽ സംപൂജ്യരായതിന്റെ നാണക്കെട്ടിൽ നിന്നും രക്ഷ നേടാൻ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഓട്ടത്തിലാണ് കോൺഗ്രസ് സർക്കാർ. ഭരണവിരുദ്ധ വികാരത്തിൽ അധികാരം നഷ്ടമായെങ്കിലും നേടിയ സീറ്റുകളും വോട്ട് ശതമാനവുമാണ് രാജസ്ഥാനിൽ കാര്യങ്ങൾ കൈവിട്ടിട്ടില്ലെന്ന് കരുതാൻ BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകം. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തകർച്ചയുടെ തുടർച്ചയായിരുന്നു കോൺഗ്രസിന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും. മോദി തരംഗത്തിൽ രാജസ്ഥാനിൽ ആകെയുള്ള 25 ലോക്സഭാ സീറ്റുകളും BJP സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസ് സംപൂജ്യരായി. 55% വോട്ടുകൾ സ്വന്തമാക്കിയായിരുന്നു BJPയുടെ വിജയം. 31% വോട്ട് കോൺഗ്രസ് നേടിയെങ്കിലും അത് സീറ്റുകളാക്കാനായില്ല. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴിമതിയും വർഗീയതയും ഗോരക്ഷകരുടെ അക്രമങ്ങളും BJPക്ക് ഭരണം നഷ്ടമാക്കി. അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലും വന്നു. ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ സീറ്റും കോൺഗ്രസിന് പഴയ തിരിച്ചടികളിൽ നിന്നുള്ള കരകയറലാണ്. 2000 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്നവരെ പിന്തുണയ്ക്കുന്നതാണ് രാജസ്ഥാന്റെ രാഷ്ട്രീയ മനസ്സ്. ഇത് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നു. 2 ലക്ഷം വരെയുള്ള കാർഷിക കടം എഴുതിത്തള്ളും, തൊഴിലില്ലായ്മ വേതനം വർദ്ധിപ്പിക്കും തുടങ്ങിയ സർക്കാർ പ്രഖ്യാപനങ്ങൾ യുവാക്കളെയും കർഷകരെയുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കുന്നു. ന്യൂനപക്ഷങ്ങൾ നാമമാത്രമായ രാജസ്ഥാനിൽ മൃദു ഹിന്ദുത്വ നിലപാടുകളിൽ ഊന്നിക്കൊണ്ടാകും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ. മന്ത്രിസഭയിലെ ഗോപാല വകുപ്പ്, പശുസംരക്ഷകരെ ആദരിക്കൽ ചടങ്ങ് എന്നിവയൊക്കെ ഇതിന്റെ സൂചനയാണ്. ഭരണം പിടിച്ചത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഗുജ്ജറുകൾ ഉൾപ്പെടെയുള്ള BJP വോട്ട് ബാങ്കുകൾക്ക് 5% സംവരണം നൽകിയത് നേട്ടമായേക്കാം. BSPയോട് ഇപ്പോഴും തുടരുന്ന വൈമുഖ്യം പിന്നാക്ക സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാക്കും. കിസാൻ സഭ ഉൾപ്പെടെ നടത്തിയ കർഷക സമരങ്ങളുടെ നേട്ടം കൊയ്യുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തതെന്ന് ഇപ്പോഴും വിമർശനമുണ്ട്. അങ്ങനെയല്ലെന്ന് തെളിയിക്കണമെങ്കിൽ ഈ വിജയം കൂടിയേ തീരൂ. 2017-ൽ ശെഖാവത്തി മേഖലയിൽ കർഷകർ സമരം ആരംഭിച്ചതോടെ രാജസ്ഥാനിൽ BJPക്ക് നിലതെറ്റി തുടങ്ങി. 2018 ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൽവറിലും അജ്മീറിലും തോൽവി നേരിട്ടു. പിന്നീട് സംസ്ഥാന ഭരണവും പോയി. അധികാരം നഷ്ടമായെങ്കിലും 0.5% വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിനേക്കാൾ കുറവെന്ന കണക്ക് അടിത്തറ ഇളകിയിട്ടില്ലെന്ന വിശ്വാസം BJPക്ക് നൽകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം 13 ലോക്സഭാ സീറ്റുകളിൽ BJPയും 12 സീറ്റുകളിൽ കോൺഗ്രസും മുന്നിട്ട് നിൽക്കുന്നു. ഇതും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കുന്നു. 25 സീറ്റുകളിലും ചുമതലക്കാരെ നിയമിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇപ്പോഴേ BJP സജീവമാണ്. കർഷക കടം എഴുതിത്തള്ളിയെന്ന കോൺഗ്രസ് പ്രചരണം കണക്കുകളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാകും BJP പ്രതിരോധിക്കുക. ജാട്ടുകൾ, ഗുജ്ജറുകൾ, രജ്പുത്തുകൾ എന്നിവരുടെ പിന്തുണ കൈമോശം വന്നാൽ BJP വൻ തകർച്ച നേരിടേണ്ടി വരും. ആഭ്യന്തര കലഹം ഇരു പാർട്ടികൾക്കും തലവേദനയാണ്. കർഷക സമരങ്ങളിലൂടെ നേടിയ ജനപിന്തുണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ CPIM തെരഞ്ഞെടുപ്പ് ചിത്രത്തിലുണ്ടാകും.
ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. തീപാറുന്ന പോരാട്ടത്തിലാകും ഇക്കുറിയും ചാലക്കുടി ലോക്സഭാ മണ്ഡലം വേദിയാവുക. കഴിഞ്ഞ തവണ കടുത്ത മത്സരത്തിനൊടുവിലാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന PC ചാക്കോയെ തോൽപ്പിച്ച് ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റ് പാർലമെന്റിലെത്തിയത്. ആ വിജയം ആവർത്തിക്കാൻ LDF കച്ചമുറുക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രം മെനയുകയാണ് UDF. പഴയ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലമാണ് 2008 പുനഃക്രമീകരണത്തിന് ശേഷം ചാലക്കുടി മണ്ഡലമായി മാറിയത്. 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-നായിരുന്നു വിജയമെങ്കിലും 2014 തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഇന്നസെന്റ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. 13,884 വോട്ടുകൾക്കായിരുന്നു UDF സ്ഥാനാർത്ഥിയായിരുന്ന PC ചാക്കോയെ ഇന്നസെന്റ് തോൽപ്പിച്ചത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്നസെന്റിനായിരുന്നു ഭൂരിപക്ഷം. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നിവിടങ്ങളിൽ ഇന്നസെന്റിന് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ ചാലക്കുടി, ആലുവ, അങ്കമാലി എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു PC ചാക്കോയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃശൂർ ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾക്കായിരുന്നു വിജയം. മാത്രമല്ല, എറണാകുളം ജില്ലയിലെ അവശേഷിക്കുന്ന 4 നിയമസഭാ മണ്ഡലങ്ങളിലും LDF-ന്റെ വോട്ടുകൾ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തു. 2015 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 50 പഞ്ചായത്തുകളിൽ 28-ലും LDF ഭരണത്തിലേറി. 21 പഞ്ചായത്തുകളിൽ UDF-നും ഭരണം ലഭിച്ചു. കൂടാതെ മണ്ഡലം ഉൾക്കൊള്ളുന്ന 5 നഗരസഭകളിൽ 4-ലും LDF ഭൂരിപക്ഷ വിജയം നേടുകയും ചെയ്തു. ഈ മുന്നേറ്റങ്ങൾ തന്നെയാണ് LDF തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമായി വിലയിരുത്തുന്നത്. മഹാരാജാസ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ ജോസ് മുണ്ടമറ്റം. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ലോക്സഭാ മണ്ഡലമായ ചാലക്കുടിയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കും. അതുകൂടാതെ ഇപ്പോഴത്തെ ലോകസഭാംഗമായ ശ്രീ ഇന്നസെന്റ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മഹാപ്രളയത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് അഭിമുഖീകരിച്ചും ജനങ്ങൾക്ക് ആശ്വാസം എത്തിച്ചു കൊടുത്തതും, ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലമെന്ന് വ്യക്തമാകും. UDF-ന്റെ കുത്തക മണ്ഡലമായി വിശേഷിപ്പിക്കപ്പെടുന്ന പഴയ മുകുന്ദപുരം മണ്ഡലത്തിലെ വിജയഗാഥ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. 1957 മണ്ഡലം രൂപീകൃതമായത് മുതൽ 4 തവണയൊഴികെ ബാക്കിയെല്ലാം UDF-നായിരുന്നു വിജയം. എന്നാൽ പ്രബലനെന്ന് കരുതപ്പെട്ടിരുന്ന PC ചാക്കോയുടെ 2014 പരാജയം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാൽ തന്നെ LDF വിജയം ആവർത്തിക്കുമോ എന്ന വലിയ ആശങ്ക UDF-നെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നതാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. അതേസമയം തങ്ങളുടെ പരമ്പരാഗത കോട്ട തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലാണ് UDF-ഉം. ചാലക്കുടിയിൽ നിന്നും KM ഉമേഷ്. അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ വിവരപ്പെടുത്തുക, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കോൺക്ലേവിന്റെ ഔപചാരിക ഉദ്ഘാടനം വയനാടിന് ഗവർണർ P സദാശിവൻ നിർവഹിക്കും. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ വിവിധ സ്പെഷ്യാലിറ്റി ചികിത്സാ രീതികൾ ലോകത്തിന് പരിചയപ്പെടുത്താനും ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് ആയുഷ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇതിലൂടെ ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ വിപുലപ്പെടുത്തുക, അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ കൈവരിക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യം. 15 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കോൺക്ലേവിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 16-ന് ഗവർണർ P സദാശിവവും 19-ന് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും നിർവഹിക്കും. 4 ദിവസം നീണ്ടുനിൽക്കുന്ന ആരോഗ്യ എക്സ്പോയാണ് ആയുഷ് കോൺക്ലേവിന്റെ പ്രധാന ആകർഷണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. കേരളത്തിന്റെ ആയുഷ് സെക്ടറിൽ വൻതോതിൽ മാറ്റമുണ്ടാകാൻ സഹായിക്കുന്ന, പുരോഗതി ഉണ്ടാകാൻ സഹായിക്കുന്ന നടപടികളാണ് ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ആരോഗ്യ എക്സ്പോ 15-ാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 325 സ്റ്റാളുകളായിരിക്കും എക്സ്പോയിൽ ഉണ്ടായിരിക്കുക. 2000 പ്രതിനിധികൾ, വിദഗ്ധ ഗവേഷകർ, വ്യവസായ മേഖലയിലെ വിദഗ്ധർ, സർക്കാർ സ്വയംഭരണ ഏജൻസികൾ, പ്രവാസി ഇന്ത്യക്കാർ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുക്കും. ടൂറിസം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കൃഷി തുടങ്ങിയ വകുപ്പുകളുടെയും നാഷണൽ ഹെൽത്ത് മിഷൻ, സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻ ബോർഡ്, ആരോഗ്യ സർവകലാശാല തുടങ്ങിയ ഏജൻസികളുടെയും പങ്കാളിത്തവും ഈ കോൺക്ലേവിലുണ്ടാകും. കേരളത്തെ അറിയാനുള്ള ഈ സുവർണാവസരത്തിനൊപ്പം ഇതിഹാസവും കലാപരിപാടികളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുംബൈ പൻവേൽ മലയാളി സമാജവും ശില്പി
എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും സംഭാവന നൽകി. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ഭാരവാഹികൾ ചെക്ക് കൈമാറിയത്. പൻവേൽ മലയാളി സമാജം സെക്രട്ടറിയും ശില്പി എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടറുമായ TN ഹരിഹരൻ ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറി. പൻവേൽ മലയാളി സമാജം സെക്രട്ടറി സണ്ണി മാത്യു, സതീഷ് നായർ, ടോമി മാത്യു, TN രഘുനാഥൻ, സജി ജോസഫ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ UAE-യിലെത്തി. ഫെബ്രുവരി 15, 16 തീയതികളിൽ ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ വെച്ചാണ് ലോക കേരള സഭാ സമ്മേളനം. ലോക കേരള സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് അബുദാബി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, നോർക്ക റൂട്ട്സ് ഡയറക്ടർ ഡോക്ടർ അസദ് മുപ്പൻ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, ചീഫ് സെക്രട്ടറി ടോം ജോസ് തുടങ്ങിയവർ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. അബുദാബി ദുസിത്താനി ഹോട്ടലിലെത്തിയ മുഖ്യമന്ത്രിയെ നോർക്ക റൂട്ട്സ് ഡയറക്ടർ OV മുസ്തഫ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർ VK അഷറഫ്, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ EM അഷറഫ്, കൈരളി TV മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ S രമേശ് തുടങ്ങിയവർ സ്വീകരിച്ചു. ഫെബ്രുവരി 15, 16 തീയതികളിൽ ദുബായിൽ വെച്ചാണ് ലോക കേരള സഭയുടെ ആദ്യത്തെ മിഡിൽ ഈസ്റ്റ് റീജിയണൽ സമ്മേളനം നടക്കുന്നത്. ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, KC ജോസഫ് MLA, ലോക കേരള സഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ലോക കേരള സഭയുടെ 7 ഉപസമിതികൾ തയ്യാറാക്കിയ ശുപാർശകളിന്മേലുള്ള ചർച്ചകൾ ലോക കേരള സഭാ സമ്മേളനത്തിൽ നടക്കും. UAE-യിലെ മന്ത്രിമാരുമായും ഉന്നത സർക്കാർ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തി. അബുദാബിയിൽ നിന്ന് ക്യാമറമാൻ അനീഷ് കണ്ണൂരിനൊപ്പം T ജമാലുദ്ദീൻ. കൊച്ചിയിലെ പെട്രോകെമിക്കൽ കോംപ്ലക്സിൽ UAE-യുടെ ദേശീയ എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചു. അബുദാബിയിലെ അഡ്നോക് ആസ്ഥാനത്ത് വെച്ച് UAE സഹമന്ത്രിയും അഡ്നോക് ഗ്രൂപ്പ് CEOയുമായ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചർച്ചയിലാണ് നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ചത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കൊച്ചിയിലെ പെട്രോകെമിക്കൽ കോംപ്ലക്സിൽ UAE-യുടെ ദേശീയ എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനി നിക്ഷേപം നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ചു. പെട്രോളിയം മേഖലയിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഇന്ത്യ തങ്ങളുടെ പ്രഥമ പരിഗണനയിലാണെന്നും ഏറെ സാധ്യതകളാണ് ഈ രംഗത്ത് ഇന്ത്യയിലുള്ളതെന്നും UAE സഹമന്ത്രിയും അഡ്നോ ഗ്രൂപ്പ് CEOയുമായ ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനായി ജോയിന്റ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും ധാരണയായി. നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് ഈ സമിതി പഠനം നടത്തും. ഇതിനുശേഷം ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലെത്തി തുടർ നടപടികൾ സ്വീകരിക്കും. കേരളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ നിക്ഷേപം നടത്താൻ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. പെട്രോളിയം മേഖലയിലെ വികസനത്തിനാവശ്യമായ സ്ഥലസൌകര്യം കൊച്ചിയിൽ ഇതിനകം ലഭ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ ഗൾഫിൽ പ്രവാസി മലയാളികൾക്ക് നൽകുന്ന സഹായങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷെയ്ഖ് മൻസൂർ ബിൻ സെയ്ദ് അൽ നഹ്യാന് നന്ദി അറിയിക്കുകയും മൻസൂറിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി ടോം ജോസഫ്, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ K ഇളങ്കോവൻ, ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, അഡ്നോക് ആക്ടിംഗ് CEO മുഹമ്മദ് അൽ അറിയാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദുബായ്. വരൾച്ച നേരിടാനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജലവിഭവ മന്ത്രി K കൃഷ്ണൻകുട്ടി അരുവിക്കരയിലും കാപ്പുകാടും സന്ദർശനം നടത്തി. നെയ്യാർ റിസർവോയറിൽ നിന്ന് അരുവിക്കര ഡാമിലേക്ക് ജലമെത്തിക്കാനുള്ള സംവിധാനം പ്രവർത്തന സജ്ജമാണെന്നും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എല്ലാ ജില്ലകളിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കണമെന്നും മന്ത്രി പറഞ്ഞു. 2017 മാർച്ചിലുണ്ടായ കടുത്ത വരൾച്ച മുൻനിർത്തി സംസ്ഥാനത്ത് ജലവിഭവ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനാണ് മന്ത്രി കോട്ടൂരിലെ കാപ്പുകാടും അരുവിക്കര ഡാമിലും സന്ദർശനം നടത്തിയത്. തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമെത്തിക്കുന്ന പ്രദേശങ്ങളാണ് അരുവിക്കര ഡാമും കോട്ടൂരിലെ കാപ്പുകാടും. വരൾച്ചയുണ്ടായാൽ നേരിടുവാനുള്ള മുൻകരുതലെടുക്കുമെന്നും ജൂൺ വരെ തടസ്സമില്ലാതെ വിതരണം ചെയ്യുവാനുള്ള വെള്ളം ഇപ്പോഴുണ്ടെന്നും നെയ്യാർ റിസർവോയറിൽ നിന്ന് അരുവിക്കര ഡാമിലേക്ക് ജലമെത്തിക്കുവാനുള്ള സംവിധാനം പ്രവർത്തന സജ്ജമാണെന്നും മന്ത്രി സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രണ്ടുണ്ട്, നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒരു പ്ലാന്റ് ഉണ്ട്, ഇതുണ്ട്. രണ്ടും കൂടി നമ്മൾ ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെ വിതരണം, ഏതൊക്കെ ഭാഗത്ത് അവർ വിതരണം നടത്തണം, ഏതൊക്കെ ഭാഗത്ത് വാട്ടർ അതോറിറ്റി നടത്തണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് മറ്റേ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് മറ്റേ അണ്ടർടേക്കിങ്ങിലൊക്കെ നമ്മൾ ഈ വിതരണം നമ്മുടെ വെള്ളം തന്നെ കൊടുക്കാവുന്ന, ഇപ്പോൾ റെയിൽവേയിൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് അതിനുള്ള വെള്ളം ഇപ്പോൾ ഉള്ളൂ, കൊടുക്കാനുള്ളത് വെള്ളമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ കൂടുതൽ വെള്ളം ഇല്ല ഇപ്പോൾ ഉൽപ്പാദനം. അത് വരുമ്പോൾ ചെയ്യും.
തുലാവർഷവും വേനൽ മഴയും കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് വെച്ചാണ് നമ്മൾ കണക്കൂട്ടുന്നത്, പ്രതീക്ഷിക്കുന്നത്. അത് രണ്ടും ഇല്ലാത്തത് എങ്ങനെ പ്രത്യാഘാതം ഉണ്ടാകുന്നുള്ളത് നമുക്കൊന്ന് പെട്ടാത്തതുകൊണ്ടാണ് ഈ മുൻകരുതൽ ഇങ്ങനെ എടുക്കുന്നത്. വരൾച്ചാ മുന്നറിയിപ്പ് ഔദ്യോഗികമായി ഇതുവരെ ലഭിച്ചിട്ടില്ല. അരുവിക്കര ഡാമിൽ നിന്നും നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുമ്പോൾ പരിസര പ്രദേശങ്ങളിലും മറ്റും ജലക്ഷാമം രൂക്ഷമാകുന്നു എന്ന പരാതി പരിഹരിക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകളിൽ നിന്നായി 300 കോടിയോളം രൂപ വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശിക കിട്ടാനുണ്ടെന്നും ഇവ പിരിക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വരാൻ പോകുന്ന വറുതിയെ നിലയ്ക്ക് നിർത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ജലവകുപ്പ്. ക്യാമറമാൻ ദേവദത്തിനൊപ്പം റിനു ശ്രീധർ. ആലുവ പെരിയാറിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ വിവരങ്ങൾ പോലീസിന് ഇന്ന് ലഭിക്കും. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ആലുവ മംഗലപ്പുഴ പാലത്തിനടുത്ത് വിൻസെഷൻ സെമിനാരിയുടെ കടവിൽ കുളിക്കാനിറങ്ങിയ വൈദിക വിദ്യാർത്ഥികൾ മൃതദേഹം കണ്ടത്. പുതപ്പിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വരിഞ്ഞു കെട്ടിയ ശേഷം കരിങ്കല്ലിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. പോലീസ് എത്തി കരയിലെത്തിച്ചതോടെ മൃതദേഹം യുവതിയുടേതെന്ന് സ്ഥിരീകരിച്ചു. ഏകദേശം 30-40 ഇടയിൽ പ്രായവും 154 സെന്റിമീറ്റർ ഉയരവുമുള്ള യുവതിയുടെ വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു. ലെഗിൻസും ടീഷർട്ടുമാണ് ധരിച്ചിരുന്നത്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയതോടെ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളനുസരിച്ച് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും മറുനാട്ടുകാരിയല്ലെന്നാണ് പോലീസ് കരുതുന്നത്. അതേസമയം കഴിഞ്ഞ നാളുകളിൽ കാണാതായ യുവതികളുടെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് ഇവരെക്കുറിച്ചും അന്വേഷണം നടത്തി വരികയാണ്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ഇന്ന് ലഭിക്കും. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ നടക്കുന്ന കൃതി സാംസ്കാരികോത്സവത്തിലെ താരം ഒരു നോവലാണ്. പുസ്തകം തുറക്കുമ്പോൾ നാരകഗന്ധം പരത്തുന്ന മഞ്ഞ നാരകമെന്ന നോവലാണ് ആ താരം. ആശയത്തിലെ വ്യത്യസ്തത മാത്രമല്ല നോവലിലെ വേറിട്ടതാക്കുന്നതെന്ന് ആ പുസ്തകം തുറക്കുമ്പോഴുള്ള നാരങ്ങാമണം സാക്ഷ്യപ്പെടുത്തുന്നു. സുഗന്ധം പരത്തുന്ന നോവൽ എന്നെല്ലാം ആലങ്കാരിക ഭാഷയിൽ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് റെക്ടസ് ക്രിയേറ്റീവ് എന്ന പുതുതലമുറയിലെ പ്രസാധകർ. കൊച്ചി പള്ളുരുത്തി സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ സേവ്യർ എഴുതിയ മഞ്ഞ നാരകം എന്ന നോവലാണ് അത്ഭുതകരമായ രീതിയിൽ നാരകഗന്ധം പരത്തുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുഗന്ധം പരത്തുന്ന നോവലായിരിക്കും മഞ്ഞ നാരകമെന്ന് റെക്ടസ് അവകാശപ്പെടുന്നു. നാരകഗന്ധത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് റെക്ടസ് മാനേജിംഗ് പാർട്ണർ വിനയചന്ദ്രൻ ഇങ്ങനെ വിശദീകരിച്ചു. പേരും കൂടി വന്നപ്പോൾ ആ സ്മെല്ലിൽ തന്നെ പുസ്തകം ഇറക്കാന്നുള്ള ചിന്ത പെട്ടെന്ന് വന്നതാണ്. ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു കെമിക്കലാണ് അതിൽ സ്മെല്ലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയുമുണ്ട് നോവലിന് ഏറെ പ്രത്യേകതകൾ. പ്രശസ്ത ഗ്രീക്ക് നോവലിസ്റ്റും ചിന്തകനുമായ നിക്കോസ് കസന്തസാക്കിസ് രചിക്കുന്ന നോവൽ എന്ന ഭാവനയിലാണ് താൻ മഞ്ഞ നാരകം എഴുതിയിരിക്കുന്നതെന്ന് സേവ്യർ പറഞ്ഞു. ക്രിസ്തു, ബുദ്ധൻ, മഹാത്മാഗാന്ധി, ഹിറ്റ്ലർ, നിക്കോസ് കസൻസാക്കിസിന്റെ മറ്റ് നോവലുകളിലെ കഥാപാത്രം, കാറൽ മാക്സ്, എംഗൽസ്, ജെന്നി, മാർക്കോ പോളോ തുടങ്ങിയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. മഞ്ഞ നാരകത്തിന്റെ പ്രത്യേകത കേട്ടറിഞ്ഞ് നിരവധി പേർ പുസ്തകം കാണാനും വാങ്ങാനുമായി കൃതി ഫെസ്റ്റിവലിൽ എത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്.